ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂക്കാരുടെ സ്വന്തം ചിക്കൻ ബങ്കിയുടെ റെസിപ്പി ആയിട്ടാണ്. കണ്ണൂരിലെ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ഈ സ്നാക്ക്. നല്ല സ്പൈസി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ വേറെ സ്ഥലത്തൊന്നും അധികം ഇത് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ നോമ്പിനൊക്കെ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്. മൈദയിലാണ് നമ്മളിത് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സാധാ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആവണ വരെ കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയാലും നമുക്ക് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. എല്ലാവരുടെയും ആക്കി കൊടുക്കുക. കാരണം ഇത് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് അടച്ചിട്ട് ഒരു അരമണിക്കൂർ കുറഞ്ഞത് വെക്കുക. 1 മണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അത് അവിടെ വെച്ചതിന് ശേഷം നമുക്കിനി അടുത്ത പണി ചെയ്യാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ ഏകദേശം ഒരു 2 എടുത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് എടുക്കുക. 1 മതിയെങ്കിൽ 1 എടുത്താൽ മതി. കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇത് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ചും കൂടെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്പൈസി ആക്കി ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ആ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളക് 2 ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ചേർക്കാം നിങ്ങൾക്ക് മുളക് പൊടി. ഇനിയിപ്പോൾ അഥവാ പച്ചമുളക് കുറവാണെങ്കിൽ മുളക് പൊടി 3/4 ടീസ്പൂണോളം എടുക്കാം. അപ്പോൾ ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തത് ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് മിക്സിയിലിട്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, കുറച്ച് നാരങ്ങ ജ്യൂസ്, നാരങ്ങ നീര് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ്. അത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്താൽ മതി. മസാല അവിടെ റെഡിയായി. ഇനി നമുക്ക് മാവ് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മാവ് അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് ആവാനായിട്ട്. അപ്പോൾ കുറഞ്ഞത് അരമണിക്കൂർ വെക്കുക. ഇനി നമുക്ക് ചപ്പാത്തി മാവിനെ എടുക്കുന്ന പോലെ ചെറിയ ഉരുളകൾ എടുക്കാം. അത്രയും വലുപ്പത്തിലുള്ള ഉരുള തന്നെ എടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് ആദ്യം കുറച്ച് ഉരുള ഉണ്ടാക്കിയിടാം. നമുക്കിനി ഒരുപാട് മാവ് ആവശ്യമില്ല ഇത് ചെയ്യാനായിട്ട്. കാരണം ചെറിയൊരു ചപ്പാത്തിയുടെ ഉരുളയിൽ നിന്ന് തന്നെ നമുക്ക് 3 ഭംഗി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് പൊടിയിട്ടിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ അത്രയും വട്ടം വേണ്ട. അതിനേക്കാൾ ഇത്തിരിയും കൂടെ കുറച്ച് വട്ടം മതി. എന്നാൽ പൂരിനേക്കാൾ ഇച്ചിരിയും കൂടെ വട്ടം വേണമെന്നാലും അങ്ങനെ വേണം പരത്തിയെടുക്കാനായിട്ട്. കാരണം നമുക്കിത് 4ആയിട്ട് മടക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നല്ല റൗണ്ട് ആക്കിയിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് വരാം. പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. വലിയ പണിയൊന്നുമില്ല. നമുക്ക് കുറച്ചൊന്ന് പരത്തണം, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇത്രയും വട്ടം മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. നമുക്ക് നല്ല ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മടക്കിയെടുക്കാൻ പോകണ്ട. ഇനി നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ 2ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിനെ ഒന്നും കൂടി ഇതിൻ്റെ മേലയിലൊന്ന് ഓയിലാക്കി കൊടുക്കണം. കാരണം നമ്മൾ ഒന്നും കൂടി ഇതിനൊന്ന് ഹാഫാക്കി മടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടി നമുക്ക് ഓയിലാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഒന്നും കൂടെ ഒന്ന് മടക്കിയെടുക്കാം. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഇതുണ്ടാവുക. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മളിത് മടക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ഇതിൽ നിന്ന് 3 പീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ഭംഗി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇതുപോലെ മുകളിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 3 പീസ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഭംഗിക്ക് നമുക്ക് ഈ ഒരു ഷേപ്പാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം ഒന്ന് പരത്തി എടുത്തിട്ട് വരാം. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇത് നമ്മൾ ഈ ഷേപ്പ് മാറാത്ത രീതിയിൽ തന്നെ പരത്താൻ നോക്കുക കേട്ടോ. കാരണം ഷേപ്പ് മാറ്റി വേറെ ഷേപ്പിലോട്ട് ആക്കരുത്. നമ്മൾ ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം, നീളത്തിൽ പരത്തിയെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആ വീതിയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഒന്ന് വീതിയാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട്, കാരണം അവിടെ മാത്രമേ നമുക്ക് കുറച്ച് വീതി വേണ്ടുള്ളൂ. അവിടെയാണ് നമ്മൾ മസാല വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഏകദേശം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടും കൂടി അടിവശം ഞാനൊന്ന് കുറച്ചും കൂടി വീതിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അവിടെയൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇഫ്താർ പാർട്ടിയിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഈവനിങ് പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ മിക്കപ്പോഴും കാണുന്ന ഒന്നാണ് ഈ ചിക്കൻ ബങ്കി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നീളത്തിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് മടക്കുമ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടാനായിട്ട് അറ്റത്ത് വേണമെങ്കിൽ ഇത്തിരി വെള്ളം തൊട്ട് കൊടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതേപോലെ നന്നായിട്ട് വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ ചിലപ്പോൾ പുറത്ത് പോകുമായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് വേണേൽ ഒട്ടിച്ച് കൊടുക്കാം. അല്ലാണ്ട് തന്നെ ഒട്ടിക്കിട്ടും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭംഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ ചെയ്യാനായിട്ട്, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാം അതേപോലെ ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം. നമ്മളിങ്ങനെ വാട്ടിയെടുക്കുന്നത് എന്തിനാ വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ വാട്ടി ചെയ്യുന്ന സമയത്ത് കുറേ നേരം ക്രിസ്പി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ പൊരിച്ചിടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുക, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തണുത്ത് പോകും. അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇട്ടൊന്ന് വാട്ടുന്നത്. കുറേ നേരമൊന്നും വേണ്ട, തിരിച്ചും മറിച്ചു വിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ചെറുതായിട്ട് ആ ഒരു തൊലിയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും. അത്രയും ചെയ്താൽ മതി. അപ്പം നന്നായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം. നിങ്ങൾക്കിത് ഇനി കുറച്ച് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ വാട്ടിയതിന് ശേഷം ഒരു സിബിലോ കവറിലോ എന്തെങ്കിലും ഒരു ബോക്സിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഫ്രൈ ചെയ്യാം. കുറേ നാൾ ഇരിക്കും ഇത് കേടാവാണ്ട്. ഇപ്പം ഇതെല്ലാ സൈഡും കളറായിട്ടുണ്ട്. ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴിയുള്ള ചട്ടിയിൽ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത്ര എണ്ണ എടുക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നേരം എടുക്കും കേട്ടോ. കാരണം ഓരോ സൈഡും തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ കുഴിയുള്ള പാത്രമാണെങ്കിൽ ഒറ്റ തവണ ഫ്രൈ ചെയ്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണ എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതായാലും നമ്മൾ എല്ലാ സൈഡും പൊരിക്കുന്നുണ്ട് എണ്ണയിൽ തന്നെ. കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് എല്ലാ സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഓൾറെഡി വാട്ടിയതുകൊണ്ട് കുറേ നേരം എടുത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നോർമൽ സ്നാക്സ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. വേവൂന്നുള്ള പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ കളറാവാത്ത ഭാഗമൊക്കെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് അവിടെയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ നല്ല ക്രിസ്പി ആയിട്ട്, നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിത് എടുത്ത് മാറ്റാം. ഇതിൽ അതേപോലെ തന്നെ എണ്ണയൊന്നും അങ്ങനെ കുടിച്ചിരിക്കില്ല. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ശരിക്കും ഒരു പഫ്സിൻ്റെ പുറത്തെ ലെയർ പോലെ നമ്മൾ തൊടുമ്പോൾ തന്നെ അതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോവും. കണ്ടോ, ഇതേപോലെ ഇരിക്കും. നമ്മളത് വാട്ടുമൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത്രയും ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങും ഒക്കെ കൂടെ ആയിട്ട് സംഭവം പൊളിയാണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.